ഹലോ വിവാസ്, നമസ്തേ, വെൽക്കം ബാക്ക് ടു വിൻട്രേഡർ. അപ്പോൾ വിൻട്രേഡർ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോഫ്റ്റ്വെയർ വിൻട്രേഡർ യൂസ് ചെയ്ത് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് കറക്റ്റായിട്ടൊരു എൻട്രി എക്സിറ്റ് എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ പ്യൂർലി ടെക്നിക്കൽ അനലൈസ് ആണ്. അപ്പോൾ ടെക്നിക്കലി നമുക്കൊന്നും നോളജിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, എല്ലാം പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ എന്താ കാണിച്ചതെന്ന് വെച്ചാൽ ലൈവ് മാർക്കറ്റിൽ നമുക്ക് സിഗ്നൽസ് കാണിച്ചു തരും. അപ്പോൾ നമ്മളത് കൺഫർമേഷൻ ചെക്ക് ചെയ്ത ശേഷം ട്രേഡ് നമ്മൾ മാനുവലി നമ്മുടെ ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളെ കാണിക്കാൻ പോകണം മാരുതിയിലാണ്, മാരുതിയുടെ ലൈവ് മാർക്കറ്റാണ് കാണിക്കാൻ പോകണം. അപ്പോൾ ഇത് സ്റ്റോക്ക് മാർക്കറ്റിലാണ് കാണിക്കാൻ പോകണം. പക്ഷേ നമ്മുടെ സോഫ്റ്റ്വെയർ എല്ലാ മാർക്കറ്റിലും സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ഒരു ഓപ്ഷൻ ട്രേഡ് ആണെങ്കിൽ ഓപ്ഷൻ ചെയ്യാൻ പറ്റും, ഓപ്ഷൻ ബൈയിങ് ഉണ്ട്, സെല്ലിംഗ് ഉണ്ട്, കമോഡിറ്റി ട്രേഡിംഗ് ഉണ്ട്, ഫോറക്സ് ട്രേഡിംഗ് ഉണ്ട്, എല്ലാ മാർക്കറ്റിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് നിങ്ങൾക്ക് ഇൻട്രാഡേ ചെയ്യണമെങ്കിൽ ഇൻട്രാഡേ ചെയ്യാം, സ്കാൽപ്പിംഗ് ആണെങ്കിൽ സ്കാൽപ്പിംഗ്, സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിൽ എല്ലാം തരത്തിലുള്ള ട്രേഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിത് പറഞ്ഞു തരാം എങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള വീഡിയോകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ എൻട്രി എക്സിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ സോഫ്റ്റ്വെയർ വിൻട്രേഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് മാരുതിയുടെ ചാർട്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, ഇതൊരു വൈറ്റ് വെർട്ടിക്കൽ ലൈൻ കാണുന്നില്ല, അത് ഡേ സെപ്പറേഷൻ ലൈൻ. അതായത് ഇന്നത്തെ മാർക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇതിനകത്തൊരു ഗ്രീൻ കളറിൽ അപ്പ് ആരോ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതെന്താണ്? അത് നമ്മൾ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ ആണ്. അതുപോലെ റെഡ് കളറിൽ ഡൗൺ ആരോ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതെന്താണ്? അത് സെൽ സിഗ്നലാണ്. ഇത് രണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന സിഗ്നൽസ് ആണ്. ഈ സിഗ്നൽ വരുമ്പോൾ തന്നെ സോഫ്റ്റ്വെയർ എന്താ കാണിച്ചതെന്ന് വെച്ചാൽ ഇതുപോലെ അലേർട്ട് മെസ്സേജ് വഴി നമുക്ക് ഇൻഡിക്കേഷൻ തരും. ഇതിനകത്ത് സിഗ്നൽ വന്നിട്ടുണ്ട് എന്നൊരു ഇൻഡിക്കേഷൻ തരും. ഞാനിപ്പോൾ മാരുതിയിലാണ് നിങ്ങളെ കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാൻ പറ്റും ഹിന്ദുസ്ഥാൻ, TCS എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജ് വരുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി അതിനകത്ത് സെറ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി ചാർട്ട് ഓപ്പൺ, നമുക്ക് ഈ എക്സൽ ഷീറ്റ് പോലെ നമുക്ക് വേണ്ട സ്റ്റോക്സ് ഒക്കെ നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്തിടാം. അപ്പം ഞാനിപ്പോൾ കാണിക്കുന്നത് മാരുതിയിൽ മാത്രമാണ്. അപ്പം മാരുതിയിൽ നമുക്ക് ഞാൻ പറഞ്ഞാണ് സിഗ്നൽ, ബൈ സിഗ്നൽ, സെൽ സിഗ്നൽ, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഈ സിഗ്നൽ വരുമ്പോൾ തന്നെ സോഫ്റ്റ്വെയർ നമുക്ക് ഇതുപോലെ അലേർട്ട് മെസ്സേജും കാണിച്ചു തരും. അതുപോലെ തന്നെ സെയിം നമുക്ക് ഇന്ന് മാരുതിയിൽ 8797 നോക്കി അറിയാൻ പറ്റും ബൈ അറ്റ് 8797, ടൈം നോക്കുക 10:20, ഡേറ്റ് നോക്കുക ഇന്നത്തെ ഡേറ്റ് ഉണ്ട്. ഇപ്പോൾ കറണ്ട് P&L നോക്കുമ്പോൾ 18 പോയിന്റ് മേളിലോട്ട് കയറിയിട്ടുണ്ട്. സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ നമുക്ക് 3 ടാർഗറ്റാണ് തരുന്നത്, അതിനകത്ത് ഫസ്റ്റ് ടാർഗറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ സിഗ്നൽസ് വരുമ്പം നമ്മൾ എല്ലാത്തിലും കയറി ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളൊരു ടെക്നിക്കൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ട്രേഡിങ്ങിൽ ഉണ്ടാകുന്ന ലോസ് ഒരിക്കലും ഉണ്ടാകത്തില്ലെന്ന് വരത്തില്ല. നമ്മൾ ട്രേഡിങ് നമുക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അറിയാൻ പറ്റും നമുക്കൊരു ടെക്നിക്കൽ സോഫ്റ്റ്വെയർ എന്താണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ ട്രേഡിങ്ങിന് ഉണ്ടാകുന്ന ഒരു ലോസിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനും മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെക്നിക്കൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അത് കൺഫേം ആണെന്ന് നോക്കുക. കൺഫേം ആണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിനകത്തൊരു 80 to 90% നമുക്ക് ആക്യുറസി കിട്ടും. കൺഫർമേഷൻ ചെക്ക് ചെയ്യുന്ന വിധം എന്ന് വെച്ചാൽ നമുക്ക് സിഗ്നൽ വന്ന ശേഷം ഈ ഫസ്റ്റ് ഈ ആരോ വരണം. ഇപ്പോൾ ഒരു ബൈ സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ബൈയിലാണല്ലോ ഇന്ന് മാരുതിയിൽ നമുക്ക് ഒറ്റ സിഗ്നൽ വന്നിട്ടുള്ളത്, 10:30 വന്നതാണ്. ആ ബൈ സിഗ്നൽ വന്ന ശേഷം ആരോ വന്ന ശേഷം നിങ്ങൾ നോക്കുക, ഇവിടെ ഇല്ല ഏറ്റവും താഴത്ത് പ്രൈസ് എന്തായിരിക്കണം? ബൈസോൺ ആയിരിക്കണം. ബൈ ആയതുകൊണ്ട് തന്നെ അവിടെ ബൈസോൺ കാണിക്കണം. സെക്കൻഡ് കൺഫർമേഷൻ എന്ന് വെച്ചാൽ ആരോടെ താഴത്ത് ഒരു ബാർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, പിന്നെ ബ്രിക്സ് പോലെ. അപ്പോൾ അത് നമുക്ക് സിഗ്നൽ വരുന്ന ടൈമിൽ അവിടെ ഒറ്റ ബാറേ കാണത്തുള്ളൂ. ആ ബാറിൻ്റെ കളർ സിഗ്നലിൻ്റെ ഫേവർ ആയിരിക്കണം. അത് ബൈസിക്കിൾ ആണെങ്കിൽ അതിൻ്റെ കളർ എന്തായിരിക്കണം? ഗ്രീൻ ആയിരിക്കണം. സിമ്പിളായിട്ട് 2 കൺഫർമേഷൻ നോക്കിയാൽ മതി. ഈ ആരോസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി വന്നോളും, താഴത്തെ ഇൻഡിക്കേഷൻ ഒക്കെ ഓട്ടോമാറ്റിക്കലി വന്നോളും. നമ്മളൊന്ന് ചെക്ക് ചെയ്യുക, അതവിടെ വന്നിട്ടുണ്ടെന്ന് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞ ടെക്നിക്കലി നമുക്ക് ഇതിനകത്ത് നോളജിൻ്റെ ആവശ്യമില്ല, ഇതെല്ലാം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൺഫർമേഷൻ ചെക്ക് ചെയ്താൽ മതി. കൺഫേം ആണെങ്കിൽ നമുക്ക് ഒരു 80 to 90% ഇതിനകത്ത് ആക്യുറസി കിട്ടും. സിഗ്നൽ വന്ന ശേഷം താഴത്തെ പ്രൈസ് ബൈസോൺ, ബൈ ആണെന്നുണ്ടെങ്കിൽ ബൈസോൺ, പിന്നെ ആരോടെ താഴത്തെ ബാർ ഗ്രീൻ. ഇത് ഓക്കെ ആണെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത് എവിടെയാണ്? നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ഏത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് അതിൽ തന്നെയാണ് നിങ്ങൾ ട്രേഡ് എടുക്കേണ്ടത്. നമ്മുടെ ഒരു സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ ആണ്. അപ്പം നമുക്ക് നോക്കിയാൽ നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ താഴത്തോട്ട് നോക്കുക, ടാർഗറ്റ് 1, ടാർഗറ്റ് 2, ടാർഗറ്റ് 3, 3 ടാർഗറ്റ് സോഫ്റ്റ്വെയർ തരും. സ്റ്റോപ്പ് ലോസും തരും. ഈ സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ്, അതായത് മാർക്കറ്റ് കയറുന്നതനുസരിച്ച് സ്റ്റോപ്പ് ലോസും കയറി വരും. അത് നമുക്ക് ആ ട്രേഡിങ്ങിൽ ഉണ്ടാകുന്ന റിസ്കിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ആക്കിയിരിക്കുന്നത്. പിന്നെ ഇപ്പം നമുക്ക് ഓൾറെഡി നമുക്ക് 8797 ഫസ്റ്റ് ടാർഗറ്റ് ഓൾറെഡി അടിച്ചിട്ടുണ്ട്. 8816 ആയിരുന്നു ടാർഗറ്റ്, ആ ടാർഗറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും ഇവിടെ ഒരു സ്റ്റാർസ് പോലെ കാണുന്നില്ല, ഒരു റെഡ് സ്റ്റാർസ്, അത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. ഓരോ റെസിസ്റ്റൻറ്റും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കയറുവാണ്. അതുപോലെ താഴത്തൊരു ബ്ലൂ സ്റ്റാർസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ലെവലാണ്. അപ്പോൾ റെസിസ്റ്റൻസ് സപ്പോർട്ടും കാണിച്ചു തരും. ഇതല്ലാതെ നമുക്ക് ഈ മാർക്കറ്റ് സൈഡ് പോകണമെങ്കിൽ അതും സോഫ്റ്റ്വെയർ കാണിച്ചു തരും. കാരണം ഇതൊന്നും നിങ്ങൾ ഒറ്റയടിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ നമ്മുടെ കളേഴ്സ് എന്താണ്? റെഡ്, ഗ്രീൻ. അതായത് ബൈ പോകണമെങ്കിൽ ഗ്രീൻ, സെല്ല് പോകണമെങ്കിൽ റെഡ്.
ഇതല്ലാതെ കുറച്ച് എക്സ്ട്രാ കളേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ലൈക്ക് ഓറഞ്ച് കളർ ഇവിടെ നോക്കി അറിയാൻ പറ്റും. ഓറഞ്ച് കളർ, ലൈറ്റ് ബ്ലൂ, MD ക്യാൻഡിൽ, വൈറ്റ്, അതായത് റെഡും ഗ്രീനും അല്ലാതെ വരുന്ന എല്ലാ കളേഴ്സും എന്താണ് സൈഡ് വേ ഇൻഡിക്കേഷൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ സൈഡ് വേ ആണെങ്കിൽ കൂടി അത് നമുക്ക് ഡയറക്റ്റായിട്ട് ഇതുപോലെ കാണാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. എല്ലാ മാർക്കറ്റും ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാ മാർക്കറ്റും ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മളിത് പറഞ്ഞു തരും എങ്ങനെ യൂസ് ചെയ്യുന്ന പറഞ്ഞു തരും. സോഫ്റ്റ്വെയർ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ തന്നെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡയറക്റ്റ് വരണമെങ്കിൽ വരാം. നമ്മൾ 2009 തൊട്ട് ചെയ്യുന്നവരാണ്. ഇത് സോഫ്റ്റ്വെയറാണ്. നമ്മൾ ഓഫീസിൽ വരുന്ന ആലപ്പുഴ ചേർത്തല KSRD സ്റ്റാൻഡേർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ എന്നെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഓൺലൈൻ തന്നെ ഇത് പറഞ്ഞു തരും. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ലൈവായിട്ട് കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും വിളിക്കുക 9061973737. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.